കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സിന്ധു കൃഷ്ണയുടെ വീട്ടിലെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ സിന്ധു തൻ്റെ അമ്മയെ നോക്കുന്നില്ല എന്നതാണ് സിന്ധുവിനെതിരെ ഇപ്പോൾ എല്ലാവരും ആഞ്ഞടിക്കുകയും അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നവർ പ്രധാനമായി ഇറക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇപ്പോൾ ഇതിനെതിരെയുള്ള തെളിവുകൾ സിന്ധു ഒരാൾക്ക് അയച്ചു കൊടുത്തതായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേജർ സർജറിക്ക് ദിവസങ്ങൾക്ക് മുൻപ് അമ്മ അച്ഛനെ ഉപദ്രവിച്ച CCTV ദൃശ്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു CCTV ദൃശ്യങ്ങൾ അയച്ചതായിട്ടാണ് ഈ ചാറ്റിൽ കാണാൻ പറ്റുന്നത്. എൻ്റെ അമ്മ പലപ്പോഴായി എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവരെപ്പോഴും സ്നേഹത്തിലായിരുന്നു എന്നും അവർ പരസ്പരം സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നതിലൊക്കെ സത്യമാണ്. എന്നാൽ അസുഖബാധിതനായി എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്തൊരു മനുഷ്യനെ, സർജറിക്ക് ഡേറ്റ് കിട്ടിയൊരു മനുഷ്യനെ കുറിച്ചാണ് ഇവരിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ എന്നെ വിളിച്ചിരുന്ന് കരയുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെയും ഞാൻ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെയാണ് ഭൂരിഭാഗം സമയവും ഞാനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അച്ഛൻ എന്നെ വിളിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ചോദിക്കാതിരിക്കാനാകില്ല. എന്തിനാണ് അമ്മ അച്ഛനെ അങ്ങനെ അടിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അത് ശരിയാണ്. അങ്ങനെയാണ് ഞാനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അല്ലാതെ വളരെ നന്നായി തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അച്ഛന് വയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല സമയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഹൻസിക അവസാന വർഷത്തിലായിരുന്നു. ദിയ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്ക് വ്ളോഗ് പോലും ഇടാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞൊരു സമയം കൂടിയാണ്. അന്ന് അച്ഛൻ ആശുപത്രിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം, നേഴ്സിനെ വെക്കണം, അതുപോലെ തന്നെ ദിയയും ഗർഭിണിയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നു. അങ്ങനെ എനിക്ക് മുഴുവൻ വീട്ടിലെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോകാനുമാകില്ല. ഹൻസുണ്ട്, ഇഷാനിയുണ്ട്, അമ്മുണ്ട്. ഇവരൊക്കെ അവരുടെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യുമെങ്കിലും വീട്ടിലെ ചില കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ കുറേയധികം കാര്യങ്ങളിൽ ഞങ്ങൾ തിരക്കിലായിരുന്നു. അപ്പോഴാണ് CCTV വെക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോഴാണ് അമ്മ ഇത്തരത്തിൽ അച്ഛനോട് പെരുമാറിയത്. ഇത് വളരെയധികം ഞെട്ടിക്കുന്നൊരു കാര്യമായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഭർത്താവിനെ എന്ത് വേണമെങ്കിലും ചെയ്യും, ഇതൊക്കെ ചോദിക്കാൻ നീ ആര് എന്നുള്ള മട്ടിലാണ് അമ്മ എപ്പോഴും എന്നെ കാണുക. എന്നോട് സംസാരിക്കുന്നതും അതേ കാര്യത്തിൽ തന്നെയാണ്. അച്ഛൻ്റെ ഡാഡിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിരുന്നു. അത് അവരും വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. അമ്മയുടെ കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത വസ്ത്രങ്ങളൊക്കെ ഞാൻ തിരികെ എടുത്തു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഞാൻ തിരികെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തിരികെ എടുത്തിട്ട് എനിക്ക് എന്താണ് ഉപയോഗമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതൊന്നും ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ആവശ്യമില്ലാതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മ ഇതിനെക്കുറിച്ച് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും നൽകേണ്ട കാര്യമില്ല. അതൊന്നും നൽകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പറയാത്തതെന്ന് സിന്ധു പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.